അപ്പോൾ നമ്മൾ മൂന്നാറിലെ രണ്ടാമത്തെ ദിവസത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ അപ്പോൾ സ്റ്റേ ഒക്കെ ചെയ്ത് നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് ടെൻറ്റിനകത്തായിരുന്നു സ്റ്റേയും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വട്ടവടയിൽ നിന്ന് നമ്മളൊരു ജീപ്പ് സവാരി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഭയങ്കര വലിയ നഷ്ടമുള്ള പരിപാടിയൊന്നും അല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. ബാക്കി നിങ്ങൾ കണ്ടു നോക്ക്. അപ്പം നമ്മൾ ജീപ്പേ കയറി. അപ്പം നമ്മുടെ പുറകെ 2 ജീപ്പാണ് നമ്മളെടുത്തത്. അപ്പം നമ്മുടെ തന്നെ ടീമിലുള്ള വേറൊരു ജീപ്പാണ് പറന്ന് വരുന്നത്. ആദ്യം നമ്മളിങ്ങനെ പറന്ന് പോകാനുള്ള സാഹചര്യവും റോഡും ഒക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കട്ട ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ തലയാണോ കാലാണോ ഏതൊക്കെ എവിടെയൊക്കെ പോയി ഇടിക്കുന്നു പോലും അറിയാത്ത രീതിയിലുള്ള ഓഫ് റോഡൊക്കെ ആയിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊരു 5-6 വ്യൂ പോയിൻ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഓരോരോ വ്യൂ പോയിൻ്റുകളാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാറിൻ്റെ ഏതാണ്ട് വട്ടവടയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ കൃഷിയിടങ്ങൾ, പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ നമ്മുടെ കുഞ്ചാക്കോ ബോബനും അതേപോലെ ജോജു ജോർജ്, അങ്ങനെ നിമിഷ സജയൻ അവരൊക്കെ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കാണിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങോട്ടൊന്നും ഇറങ്ങിപ്പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ അവിടെ നിന്നൊരു വീഡിയോ ഒക്കെ നൈസായിട്ട് എടുത്ത് വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് തന്നെ തുടർന്നു. അന്നപ്പോഴാണ് മൂന്നാറിലും ഇതുപോലെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന മരങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് തീ പിടിച്ച് കരിഞ്ഞു പോയ മരങ്ങളാണോ അതോ വെയിൽ കൊണ്ട് അങ്ങനെ കരിഞ്ഞതാണോ എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ഫുള്ള് കരിഞ്ഞു പോയി. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം. ഇത് കണ്ടോ ഗൈസ്, റോഡ് ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് ഏകദേശം നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇവിടെ പൊതുവേ ഇവർ റോഡൊന്നും ശരിയാക്കത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും നിരന്ന് നിന്ന് മറ്റേ ഈ ലൈൻ കമ്പിയെ കാക്കയൊക്കെ ഇരിക്കുന്ന പോലെ എല്ലാം നിരന്ന് നിന്ന് താഴോട്ട് നോക്കുകയാണ്. ഇതെന്തോ കോളനിയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം കോളനികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതുപോലെ മണ്ടയ്ക്ക് നിന്ന് കാണുവാണ്. ഒന്നും അറിയത്തില്ലെങ്കിലും നമ്മളിങ്ങനെ കൈയൊക്കെ ചൂണ്ടി അതൊക്കെ കാണിച്ച് അത് മറ്റേതാണെന്നും ഇത് മറ്റേ അതാണെന്നും ഒക്കെ പറയും കേട്ടോ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതൊക്കെ അതാണെന്നും ഇതാണെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ്, അല്ലാതെ ഇവർ നമ്മളെ ഇതൊന്നും പറഞ്ഞ് കാണിച്ചു തരത്തൊന്നുമില്ല. നമ്മളെ അവിടെ കൊണ്ട് നിർത്തും, നമ്മൾ വേണേൽ പുറത്തോട്ട് ഇറങ്ങിപ്പോയി ഇതെല്ലാം കണ്ട് വരണം. അപ്പം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ മാത്രം അവരെന്താണെന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എന്താണെന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ ഞാനത് മറന്നുപോയി. അത് കഴിഞ്ഞ് കൊണ്ടുവന്ന് നിർത്തിയാണ് ഒരു പാർക്കിൻ്റെ സൈഡാണ്. ഇവിടെയൊക്കെ എൻട്രിക്ക് നല്ല എൻട്രി ഫീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ഹോട്ടൽ സ്റ്റേയോ അങ്ങനെ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അകത്തോട്ടൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്നു. പിന്നെ ഈ ജീപ്പുകാരെല്ലാവരും ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. അതും കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. ലൈസൻസൊക്കെ ഉണ്ടോയെന്ന് പോലും അറിയാത്ത പിള്ളേരൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ പിള്ളേർ ഇവിടെ ജീപ്പ് ഓടിക്കുന്നുണ്ട്. ജീപ്പ് സവാരിക്ക് അവർ ഇവിടെ നിന്നൊരു റൂട്ട് ഇട്ടേക്കുവാണ്. അതുകൊണ്ടായിരിക്കും ഈ റോഡൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവരാരും ശരിയാക്കാത്തത്. അതായത് നമ്മുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ആരും ഈ റോഡൊന്നും ശരിയാക്കാത്തതിൻ്റെ മെയിൻ കാര്യം ഇതൊക്കെ ആയിരിക്കും. കാരണം ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഇത്. അത്യാവശ്യം ഡെയിലി നല്ല പൈസ കിട്ടുന്ന സെറ്റപ്പുകളും ഉണ്ട്. കാരണം കുറഞ്ഞത് നമ്മൾ തന്നെ അടുത്തൊരു 50 ജീപ്പിനടുത്തെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പോകുന്നതും വരുന്ന വഴികളിലെല്ലാമായിട്ട്. ഇതൊന്നും അല്ല, അതിന് മുകളിലും ഉണ്ടായിരിക്കും. പിന്നെ നല്ല സീസൺ വർക്കൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിലുണ്ടായിരിക്കും. ഇത് പിന്നെ പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന വട്ടവടയിലെ നമ്മുടെ സ്ട്രോബെറി തോട്ടമാണ്. ഈ സ്ട്രോബെറി തോട്ടത്തിൽ ഇതെല്ലാം സ്ട്രോബെറികളാണ്. ഇവിടുന്ന് ഇപ്പോൾ സ്ട്രോബെറി പറിക്കാൻ പറ്റത്തില്ല എന്നാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് കേട്ടോ. കാരണം ഇതെല്ലാം ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ ഒരു സീസൺ കഴിഞ്ഞു, അടുത്ത സീസണിനുള്ള വിളവെടുപ്പായി വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് വേറെ എവിടെയോ മലയിലൊക്കെ ഇവർക്ക് കൃഷിയുണ്ട്. അവിടുന്ന് പറിച്ചുകൊണ്ട് വരുന്ന സ്ട്രോബെറികളാണ് നമുക്ക് വിൽക്കാൻ വേണ്ടി ഇവർ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്ട്രോബെറി തോട്ടത്തിൽ ഇതും ഒരു കാഴ്ച എന്നുള്ള രീതിയിൽ ഇവിടെയും കുറേ ആൾക്കാർ ഇങ്ങനെ കയറും. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ജാമ്, അതേപോലെ ഇതിൻ്റെ വൈന്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഒരു ടീമിലൊക്കെ 10-20 പേരൊക്കെ കാണുമായിരിക്കും. വന്ന് എല്ലാവരും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്തുനിന്ന് ഒരാൾ മേടിച്ചാൽ ഇവർക്ക് അതിനുള്ള ലാഭം കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ ഇവർ ഈ സ്ട്രോബെറിയും സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അല്ലാതെ ചുമ്മാതാരും നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കത്തില്ലല്ലോ. കാരണം അവരിത്രയും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അത്രയും ക്വാണ്ടിറ്റി സാധനങ്ങൾ കുറയുമ്പം അവരെന്തായാലും അതിനുള്ള പൈസ മറ്റേതിൽ ഈടാക്കുന്നുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഞാനൊരു ഊഹം പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ജീപ്പേ കയറി, ജീപ്പേ വീണ്ടും യാത്ര തുടർന്നു.
അങ്ങനെ യാത്ര തുടങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമുക്ക് വേറൊരു വെള്ളച്ചാട്ടം, നമ്മൾ അവിടെ വെച്ച് കണ്ട ആ വെള്ളച്ചാട്ടം ഇല്ലേ, അതിന് അടുത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് പോകാനുള്ള വഴി ഇച്ചിരി ടാസ്ക് പിടിച്ച വഴിയാണ്. കാരണം ഇതിലേക്ക് താഴെ പോയി കഴിഞ്ഞാൽ താഴെ പോയതാണ് ആ രീതിയിൽ. പക്ഷെ നമ്മുടെ രാഹുൽ ചേട്ടൻ മുന്നിൽ നമ്മളെ വഴി കാണിച്ച് നടക്കുവാണ്. രാഹുൽ ചേട്ടൻ പറഞ്ഞ് രാഹുൽ ചേട്ടൻ്റെ പുറകെ നടന്നാൽ മതി, ഒരു സീനും ഇല്ല, രാഹുൽ ചേട്ടൻ അവിടെ എത്തിക്കും എന്നുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് അവിടെ എത്തിച്ച്. ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട വെള്ളച്ചാട്ടം. ഇതിൻ്റെ മോൾ വശമൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇതിൻ്റെ മോൾ വശത്തൊന്നും കയറാൻ പറ്റത്തില്ല. നമുക്ക് കയറാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ എത്തി നമ്മൾ അവിടെ നിന്ന് മറ്റുള്ളവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെള്ളച്ചാട്ടം എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ചു. അപ്പോൾ ഉമ്മാക്കി ഭയങ്കര ഒടുക്കത്തെ പോസൊക്കെ ഇട്ട് അവിടെ നിന്ന് അങ്ങനെ അവനും ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് മണ്ടയ്ക്ക് ഒരു തട്ട് പോലെ ഉണ്ട്, അവിടെ കയറി നിന്നപ്പം നമ്മൾ അങ്ങ് മണ്ടയ്ക്ക് നിന്ന് കണ്ട ആ സ്ഥലങ്ങൾ ഇച്ചിരി കൂടെ അടുത്ത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കണ്ട് പിന്നെ കുറേ മരങ്ങൾ, ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ പിച്ചി പറിച്ചിട്ട് അതാണെന്നും ഇതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്താണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ഒരുത്തനും നിലവേ അറിയത്തില്ല, എന്നാലും അങ്ങ് പറയും. അതും കഴിഞ്ഞ് അവിടെ നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങും. ഇനിയും പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞ് ഇതുപോലെ 6-7 സ്ഥലങ്ങൾ നിങ്ങൾ കാണിക്കാം എന്നൊക്കെയാണല്ലോ പറഞ്ഞത് എന്നൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പം അത് കാണിക്കാം ഇത് കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഏകദേശം തേച്ചു കേസ്. പിന്നെ നമ്മളെ കൊണ്ടുവന്ന് മുകളിൽ വട്ടവടയിൽ കൊണ്ടുവന്ന് വിട്ടു. അവിടുന്ന് വീണ്ടും നമ്മുടെ ട്രാവലറിൽ കയറി നേരെ മൂന്നാറിലേക്ക്. കാരണം മൂന്നാറിൽ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് മിസ്സാക്കിയായിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ കാണാൻ വേണ്ടി ഉള്ള പോക്കാണ്. നമുക്ക് ഡാം, അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിലൊക്കെ ഒന്ന് ഇറങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ തിരിച്ചാണ്. അപ്പോൾ അത് നല്ല ഹെവി മഴയും, നല്ല മഴയത്ത് പക്ഷെ കിടിലം വൈബാണ് കേട്ടോ. ഈ തണുപ്പും മഴയും എല്ലാമായിട്ട് സെറ്റായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കി മഞ്ഞൊക്കെ പോലെ തോന്നുന്നുണ്ട്, പക്ഷേ മുകളിൽ മഞ്ഞ് പോലെ തോന്നുന്നതേ ഉള്ളൂ. ഇവിടെ നല്ല മഞ്ഞുണ്ട് ഗൈസ്, കണ്ടോ, അത് മഞ്ഞാണ്. ഈ മഞ്ഞ് കോടമഞ്ഞ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇപ്പോൾ സമയം ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം 12:30-1 മണി ആകാറായിട്ടുണ്ട്. ആ ടൈമിൽ നല്ല മഞ്ഞ്. ഇത് മറ്റേ പുൽമേടയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിർത്താൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്തോ ഫോറസ്റ്റ് ഇഷ്യൂസാണ്. നമുക്ക് അവരുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറുമ്പോഴേ അവർ പറയും ഇവിടെ നിർത്തല്ലേ, ഹോൺ അടിക്കല്ലേ എന്നൊക്കെ പറയാം. എന്നിട്ട് ഇങ്ങനെ പോകോളാൻ പറയും. അപ്പോൾ നമ്മളത് പാസ് ചെയ്ത് ഇങ്ങനെ പോരുക, അതേ ഉള്ളൂ. വേറെ നമുക്ക് ചോയ്സ് ഒന്നുമില്ല. ഏകദേശം നമ്മൾ മൂന്നാർ അടുത്തെത്താറായിട്ടുണ്ട്. അപ്പം ഇവിടെ മഴയാണ്, മഴയ്ക്ക് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല. ഇപ്പോഴാണ് മഴയൊന്ന് കുറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കഴിച്ച ഒരു കടയാണ് കേട്ടത്. നമ്മൾ ബ്രെഡ് ഓംലേറ്റും അതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിച്ച കടയാണ്. ആ കടയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ ഗൈസ് കോടമഞ്ഞ് ഇതാണ് കോടമഞ്ഞ്, കണ്ടല്ലോ. കോടമഞ്ഞ് കണ്ടിട്ടില്ലെന്ന് ഞാൻ ആരും പറയില്ല. കോടമഞ്ഞ്, മലനിരകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പറക്കുകയാണ്. അപ്പം പയ്യൻ ഇവിടെ എത്തിയപ്പോൾ നമുക്കൊന്ന് സ്ലോ ചെയ്ത് തന്നു. ആസ്വദിച്ചോട്ടെന്ന് വിചാരിച്ച് നമ്മുടെ ഡ്രൈവർ പയ്യൻ നമുക്ക് സ്ലോ ചെയ്ത് തന്നു. അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഇന്ന് ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. ഈ തേയിലത്തോട്ടത്തിന് നടുക്കൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. കാലയിൽ മറ്റേ ബ്ലഡ് കുടിക്കുന്ന അട്ടയുണ്ടല്ലോ, അത് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് തന്നെ ഒരുമാതിരി എല്ലാവർക്കും അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അട്ടയുടെ കടിയൊക്കെ കിട്ടി. ചില അട്ടകളൊക്കെ കടിച്ചിട്ട് ബ്ലഡ് അത് പ്ലോട്ടായി നമ്മുടെ കാലൊക്കെ ഇങ്ങനെ ഒട്ടുമ്പോഴാണ് നമ്മൾ അറിയത്തുള്ളൂ ബ്ലഡ് പോയി, അട്ട പിടിച്ചിരുന്നു, അത് കടിച്ചിട്ട് വിട്ടിട്ട് പോയി എന്നുള്ളത്. ചില ടീംസിനൊക്കെ അട്ടകളെ അതേപോലെ കിട്ടി. അപ്പോൾ നമ്മൾ ആ അട്ടകളെയൊക്കെ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കളയേണ്ട ഒരവസ്ഥ വന്നു. അപ്പം നമ്മുടെ വണ്ടി ഒരിടത്ത് നിർത്തിയിട്ട് അവിടെ നിന്നൊരു ഫോട്ടോ ഷൂട്ട് അവരെടുത്തുകൊണ്ടിരുന്നപ്പം കണ്ടൊരു കാഴ്ചയാണ് ഇത്. എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് കണ്ടിട്ട് നല്ല പഴക്കമുള്ളതാണ് കേട്ടോ ഈ വണ്ടി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എല്ലപ്പെട്ടി പോസ്റ്റ് ഓഫീസ് കണ്ടത്. എല്ലപ്പെട്ടി എന്നാണെന്ന് തോന്നുന്നു, അതോ എല്ലിപ്പെട്ടിയാണോ എന്ന് എനിക്കറിയില്ല. പോസ്റ്റ് ഓഫീസ് കണ്ടത് നല്ല കിടിലൻ്റെ ഒരു പോസ്റ്റ് ഓഫീസ്. ഇവിടെയൊക്കെ പോസ്റ്റ് മാസ്റ്ററായിട്ടൊക്കെ ജോലി ചെയ്യാൻ കിട്ടുന്ന ആൾക്കാർക്ക് നല്ല വൈബായിരിക്കും. കാരണം നല്ല തണുപ്പ്, ഒരു കിടിലൻ ഗ്രാമ അന്തരീക്ഷം. നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു സെറ്റപ്പിലോട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്തോ പറയുന്ന കുറച്ച് നാൾ ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. കാരണം നമ്മൾ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തേക്കൊക്കെ ആസ്വദിക്കുക എന്നുള്ളത് അല്ലല്ലോ സ്ഥിരം താമസിച്ച് കഴിയുമ്പോൾ. പിന്നെ അവിടെ എന്താണ്ടൊരു കല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു സാധനം കണ്ടു കേട്ടോ. സൂം ചെയ്തിട്ട് എനിക്ക് അത്രേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് അത്രയും ഞാൻ കാണിച്ചത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെയാണ് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൽ കൊണ്ടുപോകുന്ന നമ്മളെ വണ്ടി നിർത്തി ഇനി ഡാമിലോട്ട് നടക്കുകയാണ്. ഈ കൊച്ചു പിള്ളേരെ ടൂറ് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഇങ്ങനെ നിരനിരയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിലെത്തിയപ്പോഴും കൊടും മഴ. പിന്നെ ഇതിലേ നടന്ന് അപ്പുറത്ത് ചെല്ലണം.
ഒരു കാര്യമില്ലെങ്കിലും നമ്മൾ അപ്പുറത്ത് ചെല്ലും. ഇവിടുത്തെ ഒരു ഷട്ടറാണോ അതെന്തോ വെള്ളം കൊടുക്കുന്ന ഏതാണ്ട് സെറ്റപ്പാണോ എന്നതില്ല, നൈസായിട്ടേ തുറന്നിട്ടുള്ളൂ. ഈ മറ്റേ ഷട്ടറിലൂടെ നമ്മൾ ഈ കാണുന്ന പോലെ ഒലിക്കുന്നൊന്നുമില്ല. ഒരു സൈഡിൽ ഇങ്ങനെ തുറന്നിട്ട് അവിടുന്ന് വെള്ളം നല്ല രീതിയിൽ ഇങ്ങനെ ചാടുന്നുണ്ട്. ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്താണെന്ന് തോന്നുന്നു ഇവരുടെ ഷട്ടർ. ഇവിടെ മണ്ടവശം തുറന്നാലേ താഴോട്ട് വെള്ളം ചെല്ലത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നൈസായിട്ട് വെള്ളം പോകുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ നല്ല രീതിയിൽ വെള്ളം ചാടും. പക്ഷേ അവിടെയൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ചത്തു പോകും കേട്ടോ. കാരണം നല്ല ഫോഴ്സിലാണ് വെള്ളം, മറ്റേ ഈ ജലപീരങ്കിക്കകത്തൂടെയൊക്കെ പോകുന്ന പോലെയാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പുറത്ത് ഇതൊക്കെ എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയതാണെന്നൊന്നും അറിയില്ല. പക്ഷേ എല്ലാം പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. പിന്നെ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ഓട്ടോ, ബസ്, വണ്ടി, എല്ലാ വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം ശരിക്കും പറഞ്ഞാൽ ഇതിലെ വണ്ടികൾ കടത്തി വിടില്ല. കാരണം ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ നേരെ അങ്ങ് കയറി ചെന്നു. അവിടെ ചെന്ന് പിന്നെ ബ്രേക്ക് പിടിച്ച് ആ ചേട്ടന് സൈഡ് കൊടുത്ത് പിന്നെ മറ്റേ വണ്ടിയും കൊണ്ട് ഇറങ്ങി വരണം. ഇങ്ങനെയുള്ള വളരെ കഷ്ടപ്പെട്ടുള്ള കലാപരിപാടികളാണ്. അത് വീണ്ടും ആ ഓട്ടോ ചേട്ടൻ കയറി ചെല്ലും, വീണ്ടും അവിടെ നിന്ന് ഏതായാലും വണ്ടി വരും. പിന്നെ പൊതുവേ നമ്മൾ ഈ ആമ്പിള്ളേർ ടൂർ പോകുമ്പോൾ അവിടെ ഇവിടെ നിൽക്കുന്ന പെൺപിള്ളേരെ എല്ലാം നോക്കുമല്ലോ. അതുപോലെ ഞങ്ങളും വായൊക്കെ നോക്കി ഇങ്ങനെ നടന്നു പോകുന്നൊരവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബോട്ടുകളാണ് കേട്ടോ ഗൈസ്. കുറേ ബോട്ടിങ് നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ നമ്മൾ വന്ന ദിവസം ബോട്ടിങ് ഒന്നുമില്ല. ഒരു ബോട്ട് അതിൽ അനാഥമായി കിടക്കുന്നു നടുക്ക്. അത് കെട്ടിയിട്ടേക്കുവാന്ന് തോന്നുന്നു കേട്ടോ. അത് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എത്തുമായിരിക്കും. ബോട്ടിങ് ഒന്നും ഇല്ല, അതൊക്കെ നിർത്തി വെച്ചേക്കുവാന്ന് തോന്നുന്നു. പിന്നെ ഇതെല്ലാം മറ്റേ പൈൻ മരങ്ങളാണ്. പൈനാണോ ഫൈനാണോ എന്നെനിക്കതില്ല, എന്തായാലും അതിൻ്റെ മരങ്ങളാണ്. ഈ മരങ്ങളിൽ അങ്ങോട്ട് ഇറങ്ങാനും പറ്റത്തില്ല. അവിടെയെല്ലാം ഗേറ്റെല്ലാം ഫുള്ള് പൂട്ടിയിട്ടേക്കുവാണ്. അതൊക്കെ എന്താ സംഭവം എന്നറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുരങ്ങന്മാരെ കണ്ടു കേസ്. ഇഷ്ടംപോലെ കുരങ്ങന്മാർ. ഈ കുരങ്ങന്മാരെ കൊണ്ട് ഒരു അമ്മയാണ് ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കേസ്. കാണുന്നുണ്ടോ? ഒരു കുഞ്ഞ് അത് മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അത് പേടിച്ചിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും നിരന്ന് നിന്നുള്ള നോട്ടം കണ്ടിട്ടായിരിക്കും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇവന്മാരെങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് പിന്നെ ഈ കമ്പിയെ കൂടെ ഒക്കെ നടക്കുന്ന ടീംസുണ്ട്. ഇവന്മാർ പല അഭ്യാസ പ്രകടനങ്ങളും നടത്തുന്നുണ്ട്. അതിനിടെ ഒരു കാറിയേട്ടം വന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടക്കുന്ന ഒരു പ്രശ്നം. ഈ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് ഈ കാണുന്നുണ്ടെങ്കിൽ. പിന്നെ കുരങ്ങന്മാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. അവർ ഈ ഫുഡിന് വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങളൊക്കെ കാണിച്ചു തരും. നമ്മളെ ഇങ്ങനെ തലകുത്തേക്കും മറിഞ്ഞൊക്കെ കാണിച്ചു തരും. അപ്പം നമ്മൾ വല്ലതും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. പ്രത്യേകിച്ച് അവർ നമ്മളെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഉപദ്രവകാരികളൊന്നുമല്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ആ പാടെ ഉമ്മാക്കിയെ കണ്ടപ്പോൾ അവർക്കൊരു ആക്രാന്തം തോന്നി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോ, ഈ കുരങ്ങൻ നമ്മുടെ കൂടെ തന്നെ നടക്കുകയാണ്. ഉമ്മാരുടെ എന്തെങ്കിലും കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. പക്ഷേ നമ്മളതിലും വലിയ എച്ചുകളായതുകൊണ്ട് നമ്മളൊന്നും കൊടുത്തില്ല. എല്ലാവരും അത് തന്നെ മേടിച്ച സാധനങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു. വീണ്ടും നമ്മൾ വന്ന് അങ്ങനെ വണ്ടിയെ കയറി അവിടുന്ന് പിന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പം പിന്നെ ഇവിടുത്തെ ഇതന്നെ ആയിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനും കുറേ നോക്കി. ഇത് മറ്റേ ഷട്ടറിൻ്റെ ഈ പൊക്കുന്ന സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഇതിലെ അങ്ങോട്ട് ഉണ്ടോ വെള്ളം ഒഴുകുന്ന പൈപ്പും സാധനങ്ങളും ഒക്കെയാണ്. ഇതും ഡാമിൻ്റെ ഒരു വശമാണ്. ഇതിലെ ക്രോസ് ചെയ്താലേ നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതിലെ ക്രോസ് ചെയ്യുന്നത് കേട്ടോ. ഇത് പക്ഷേ അത്യാവശ്യം വീതിയൊക്കെ ഉള്ള പ്രൈവറ്റ് ബസ്സൊക്കെ പോകുന്നുണ്ട്. പ്രൈവറ്റ് ബസ് അങ്ങനെയുള്ള ബസ്സുകളൊക്കെ ഇതിലെ പോകുന്നുണ്ടായിരുന്നു. അവിടെ നിന്നാലും ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസ് ചെയ്യാനുള്ള ഗ്യാപ്പും സ്ഥലങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ നമ്മൾ ആദ്യം പോയി ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അപ്പുറത്തോട്ട് പോയപ്പോഴാണ് ഇച്ചിരി കഷ്ടപ്പാട് തോന്നിയത്. അതുപോലെ അത് മാട്ടുപ്പെട്ടി ഡാം തന്നെയല്ലേ ആണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അങ്ങനെയാണ് അന്ന് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പോയിട്ട് കുറച്ച് ദിവസം ആയായിരുന്നല്ലോ. അപ്പം വീഡിയോ എടുക്കാൻ സമയം കിട്ടാഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അതിൻ്റെ ഒരു ഡിലേ വന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ അങ്ങോട്ട് പോയപ്പം കണ്ട കുറച്ച് കടകളൊക്കെ കണ്ടത്. അവിടെ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു. ഫുഡെന്നല്ല, നൈസായിട്ട് മറ്റേ ഈ പൈനാപ്പിളൊക്കെ ചെത്തിയതൊക്കെ നമ്മൾ അവിടെ നിന്നാണ് കഴിച്ചത് കേട്ടോ. അത് കഴിയുമ്പോൾ ഈ ചേട്ടനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ സൈഡ് തരത്തില്ല. ചേട്ടൻ കുതിരപ്പുറത്ത് കയറി ഫോണൊക്കെ വിളിച്ച് പോവുക. ഫോണിനകത്ത് യൂട്യൂബിലോ റീൽസൊക്കെ കണ്ട് അങ്ങനെയൊക്കെ പോകുന്നു. നമ്മൾ പിന്നെ ആ ചേട്ടൻ്റെ സൈഡിൽ കൂടെ നൈസായിട്ട് പോയി. മറ്റേ കുതിര നടത്തുന്ന ചേട്ടനാണെങ്കിൽ ഒരു മൈൻഡും ഇല്ലാതെ ചേട്ടനും നടക്കുന്നു. അങ്ങനെ നമ്മൾ പിന്നെയും കുറച്ച് മുന്നോട്ട് വന്ന് നമ്മളേതാണ്ട് തിരിച്ചു പോകുന്ന വഴിയോരങ്ങളിൽ കാണുന്ന കാഴ്ചകളൊക്കെയാണ് കേസ്. ഇപ്പം നടന്നത് കണ്ടു, നല്ലതായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങി മറ്റേ പുക പോലെയാണ് നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്നത്. അതെല്ലാം മഞ്ഞാണ്, ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്ന മൂന്നാർ. അങ്ങനെ ഓക്കെ, ബായ്, ഞങ്ങൾ പോവാം.